അപ്പൊ എന്താ ഓണത്തിന്റെ ആലസ്യമൊക്കെ ഇങ്ങനെ പതുക്കെ കഴിഞ്ഞ് വരികയാണ്. ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം സദ്യ ഉണ്ടേന്റെ ആലസ്യമൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്. എനിക്ക് 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 സദ്യ കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിച്ചില്ലേ അപ്പോ? അത് ഒരു തവണ ഞാൻ സദ്യയായിരുന്നല്ലോ. ഞാൻ 2 ദിവസം ഇവിടെ കഴിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇവിടെ കഴിച്ചുള്ളൂ. സദ്യയാണ് മെയിൻ. സദ്യ കഴിക്കാൻ ഒരു ദിവസം പറ്റിയില്ല. അതിന്റെ വിഷമാണ് 2 ദിവസം പറ്റിയില്ല. ആലസ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായാലും ഓണാഘോഷം ഇങ്ങനെ പലയിടങ്ങളായി നടക്കുന്നുണ്ട്. കാരണം അതൊരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ, കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. പക്ഷെ നാളെ ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ നാളെ കളർഫുൾ ഡേ ആണെന്ന് പറയാം. എന്താ സംഭവം? അതായത് നാളെ തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നു. അതെ, ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലിക്കളിക്ക് ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. തൃശ്ശൂരിൽ ഇക്കുറി 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. അരമണി കുലുക്കി കുടവയർ കുലുക്കി എത്തുന്ന പുലിക്കൂട്ടങ്ങൾ. മടകളിൽ നിറക്കൂട്ട് ചാലിച്ച് പുലികൾ തയ്യാറെടുക്കുകയാണ്. നാഴികയ്ക്കപ്പുറം മടകൾ പൊളിച്ച് പുലികൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങും. ഇക്കുറി 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ പുലിക്കളി തുടങ്ങാൻ അനുമതി കിട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇക്കുറി 11 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും 3 പേർ അതിനകത്തുനിന്ന് 4 പേര് പിന്തിരിഞ്ഞു പോയി. 7 ടീമുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കുറി ആഘോഷത്തിനുള്ളത്. 31 മുതൽ 51 അംഗങ്ങൾ വരെ ഓരോ സംഘത്തിലും ഉണ്ടാകും. കരിമ്പുലി, ചെമ്പുലി, വരയൻപുലി തുടങ്ങി പെൺപുലി വരെ നീളുന്ന പട്ടികയിൽ സസ്പെൻസുകൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഓരോ ദേശവും. പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. കാരണം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞൊരു മാസമായിട്ട് പുലിക്കളി വേണ്ട എന്നുള്ളൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വരികയും അതിനെ തുടർന്നിട്ട് എല്ലാ സംഘങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്ത സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എന്താ പറയുക, വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത്. പുലിക്കളിയുടെ ഭാഗമായി നാളെ രാവിലെ മുതൽ തന്നെ സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. 500-ലധികം വരുന്ന പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല. വൈകുന്നേരം 5 മണിക്ക് നായ്ക്കനാലിലാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ്. കോർപ്പറേഷൻ റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും കോർപ്പറേഷൻ റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആ കാത്തിരിപ്പിനൊപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങളും എല്ലാ പുലിമടകളിലും തകൃതിയായി നടക്കുകയാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ നാളെ ശക്തന്റെ മണ്ണിൽ പുലികളിറങ്ങാൻ പോവുകയാണ്. എല്ലാ റോഡുകളിലും കളർഫുൾ പുലികളെ നമുക്ക് നാളെ കാണാൻ കഴിയും. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ.